ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീസൺ 1 എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇൻവെൻട്രി കണ്ടാൽ ഞാൻ കുറേ മൈനിങ്ങിന് പോയി. പിന്നെ ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഞാൻ ട്രയൽ ചേമ്പറിൽ പോയായിരുന്നു. ഞങ്ങൾ മൈനിങ്ങിന് പോയപ്പോൾ ട്രയൽ ചേമ്പർ ഉണ്ട്, അതൊന്നും റെക്കോർഡ് ചെയ്യാത്തില്ല കാരണം അത് ലോങ് ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ കിടപ്പുണ്ട്, പക്ഷെ ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല. അതുകൊണ്ട് ട്രയൽ ചേമ്പറിൽ പോയിട്ട് ഇത്ര ഐറ്റംസ് കിട്ടി. ഇത് ആദ്യൻ്റെ കയ്യിൽ ഇരുന്നതും കൂടെ കൂട്ടിയാണ് ഇത്ര ഐറ്റംസ്. അവിടുന്ന് തന്നെ കിട്ടിയ അയണും കൂടെയാണ് ഇത് ഇത്രയും. പിന്നെ കുറേ ഇത് എമറാൾഡ് കിട്ടി. അറിയാമല്ലോ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന സാധനമല്ല. ഫിഷ് ആണെങ്കിൽ ഇവിടെ അടിപൊളി പോകണ്ട ഇൻവെൻട്രി കയറിയതാ. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് അടിയൊക്കെ കൂടിയായിരുന്നു, അതിൻ്റെയൊക്കെ ഐറ്റംസ് അതിനകത്ത്. അപ്പം ഗായ്സ്, അപ്പം ആദ്യം എന്തെന്ന് ചോദിച്ചാൽ അവനാണെങ്കിൽ ഫോൺ നല്ല ലാഗ് അങ്ങനെ എന്തിനാണ്ടൊക്കെ പറഞ്ഞ് അവൻ പോയിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ എന്താ പറയുക, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ കുറച്ച് പ്ലാനുകളുണ്ട്. അതിലില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യണം. നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അയൺ ഫാമിന് വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ മെയിൻ സാധനമാണ് വില്ലേജർ, അതിവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഫോർച്യൂണർ കാണാം, കാരണം മറ്റേ ഫ്ലിൻറ്റ് വെച്ചിട്ട് ഒരു സാധനം ക്രാഫ്റ്റ് ചെയ്യത്തില്ല അത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഒരു ചെസ്റ്റ് റൂം ഉണ്ടാക്കണം ഗൈസ്. അപ്പം ഞാൻ പോയി ഒന്ന് വുഡ് മൈൻ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ വുഡ് മൈൻ ചെയ്ത് ഒരു 10-20 വുഡാണെങ്കിൽ ഒന്ന് മൈൻ ചെയ്ത് ഒരു 10-20 ചെസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഒരു സ്റ്റാക്ക് ഓക്ക് ലോഗും ഒരു സ്റ്റാക്ക് ബ്രിഗും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3-10 എക്സ്ട്രാ വന്നിട്ടുമുണ്ട്. അപ്പം ഇത്ര നമ്മുടെ ലോഗുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ഒരു ഇതുണ്ട്, അതിൻ്റെ പേരെന്തോ ഹണി ഉണ്ട്. അപ്പം ഹണിയുടെ ഇതും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഹണിക്കും ക്ഷാമം കാണത്തില്ല. അപ്പം നമുക്ക് നേരെ പോയിട്ടാണെങ്കിൽ കുറച്ച് ചെസ്റ്റൊക്കെ വെച്ച് റൂം സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ വില്ലേജേഴ്സിൻ്റെ സ്ഥലം നമുക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോറേജ് സെറ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യമായിട്ട് സ്റ്റോറേജ് സെറ്റ് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മല ഇടിച്ച് നിരത്തിയിട്ട് സ്റ്റോറേജ് മല എടുക്കുമെന്നാണ് സംശയമായിട്ടിരിക്കുന്നത്. ഇതാണ്ട് ഈ മല നമുക്ക് എടുത്താലോ ഗൈസ്. ഈ മലയുടെ ആ സൈഡിലോട്ട് കുഴിച്ചു പോയിട്ട് ഗൈസ് ഇതുണ്ടോ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് തുരന്ന് ഞാനൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ വെള്ളി കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ലാൻഡേണൊക്കെ ഉണ്ടാക്കി വെച്ചത് നൈറ്റാണോ വെച്ചാൽ കഷ്ടമാകുന്നുണ്ട്. ഞാനെന്നാൽ നമ്മുടെ സ്റ്റോറേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് സ്റ്റോറേജിൻ്റെ ഫ്രണ്ട് കാണിക്കാം ഗൈസ്. ബാക്ക് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട അമ്മച്ചേ ഇതിനൊക്കെ എന്തോ ഇവിടെ പൊട ഗൈസ് രാവിലെ ആയതേ ഉള്ളൂ, അതാ പ്രശ്നം. അതുകൊണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ചെസ് റൂമിൻ്റെ പുറത്തെ അവസ്ഥ. കണ്ടോ ഗൈസ്, എങ്ങനെയുണ്ട്? എൻ്റെ ഡിസൈനാണ്, എൻ്റെ മാത്രം ഡിസൈനാണ് ഗൈസ്. വേറെ ആരും ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. അത് എനിക്കില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണം. ഇതാണ് ഗൈസ്. അപ്പോൾ അകത്തെ ഡിസൈൻ ഇതാണ് റൂഫിൻ്റെത്. ഇത് അപ്പം നിങ്ങൾ ചോദിക്കുക ഈ ബ്ലോക്കൊക്കെ എവിടെ നിന്ന് കിട്ടിയത്. നമ്മളാണെങ്കിൽ ഇവിടെ പോയായിരുന്നു കേട്ടോ ഗൈസ്. റെയ്ഡല്ല, അതിൻ്റെ പേരെന്തുവാ, ട്രയൽ ചേമ്പറിൽ പോയായിരുന്നു. അപ്പം അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ബ്ലോക്കൊക്കെ. ട്രയൽ ചേമ്പറിൽ നിന്ന് 3 കീയും കിട്ടിയായിരുന്നു. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ട്രയൽ ചേമ്പറിൽ നിന്ന്. ഒരു ബോട്ട് പിടിച്ചപ്പോഴത്തേക്ക് ഈ 2 ഷെല്ല് കിട്ടി. പിന്നെ 10 എമറാൾഡ് അവിടെ നിന്നാണ് കിട്ടിയത്, 3 ഇത്. പിന്നെ ഇതൊക്കെ അവിടെ നിന്നാണ്ടൊക്കെ കിട്ടിയത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞു. ഇവിടെ ആദ്യം മൈനിങ്ങിന് പോയപ്പോഴേ ഇത് കിട്ടിയത്. പിന്നെ നമ്മുടെ ഡയമണ്ട് മൈനിങ്ങിന് പോകാനുള്ള ഇതും ഉണ്ടാക്കിയല്ലോ. അപ്പം അവിടെ പോയ സമയത്തായിരുന്നു നമ്മൾ ട്രയൽ ചേമ്പറും കണ്ടുപിടിച്ചത്. അപ്പോൾ ഗൈസ് അങ്ങനെ സ്ലൈം ഇത്രയും കിട്ടിയത് ട്രയൽ ചേമ്പറിൽ നിന്നായിരുന്നു ഗൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ അവിടുത്തെ വിശേഷം, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ സ്റ്റോറേജ് സെറ്റ് ചെയ്തു. അപ്പം ഇനി നമുക്കിവിടെ ലാൻഡേൺ ഒന്ന് തൂക്കി വെക്കണം ഗൈസ്. അപ്പം എങ്ങനത്തെ ഓർഡറിൽ തൂക്കി വെക്കുമെന്ന് എനിക്ക് സംശയമാണ് ഗൈസ്. അപ്പം എന്നാലും നമുക്ക് 4 കോർണറിലായിട്ട് തൂക്കിയിടാം ഗൈസ്. സുധിയണ്ണൻ്റെ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്താണെങ്കിൽ സുധിയണ്ണ സൂപ്പറായിട്ടൊരു നല്ലൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ
ലെറ്റ്സ് ബെഡ്റോക്ക് സീരീസ്. അപ്പം ബെഡ്റോക്ക് സീരീസ് എനിക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ബെഡ്റോക്ക് സീരീസ് ആണ്. ഒരു കൊച്ച് വീടൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പം ഗൈസ് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം നമുക്ക് വീടില്ലല്ലോ ഗൈസ്. നമ്മൾ സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്ത് വീടില്ല. പിന്നെ ഗൈസ് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ നമ്മുടെ വാല്യുബിൾ ഐറ്റംസ് എന്ന് വെച്ചാൽ എമറാൾഡ്, ഡയമണ്ട്, അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഫുഡ്, എല്ലാ ഫുഡും എന്ന് വെച്ചാൽ ബ്രെഡ്, മീറ്റ് ചെയ്യാത്ത എല്ലാ ഫുഡ്സും എന്ന് വെച്ചാൽ മീറ്റ് ചൂടാക്കി കുക്ക്ഡ് ഫുഡും കുക്ക് ചെയ്യാത്ത ഫുഡും കഴിക്കാൻ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ്, ഏതാണ് പൊട്ടാറ്റോ, അങ്ങനെ പച്ച ഐറ്റംസ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലാ ഐറ്റംസും. നാച്ചുറലായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മോബ്സിനെ ഹണ്ട് ചെയ്യാതെ പച്ചപ്പായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇത് വുഡ് വെട്ടി, ഇതിനകത്ത് വുഡ് ഐറ്റംസ് എല്ലാം വെക്കും. സ്റ്റിക്ക്, വുഡ്, പ്ലാങ്ക്, അങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആയുധപ്പുര എന്ന് വെച്ചാൽ ആയുധം വെക്കുന്ന ഇതാണ്. ഇത് എന്ന് വെച്ചാൽ ബോ, സോഡ്, പിന്നെ അമ്പും വില്ല്, അമ്പ്, ആരോ, അങ്ങനത്തെ. ഇത് പോഷൻ പെട്ടിയിലൊന്നുമില്ല ഗൈസ്, ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പിക്കാക്സ്, ആക്സ്, ഷവല്, അങ്ങനത്തെ ഐറ്റംസ്. ഇവിടെ ആർമർ സെക്ഷൻ ഗൈസ്. അപ്പം ആർമർ ഇതൊക്കെ ഉള്ളത്, നമുക്ക് ആർമർ ഇല്ല ഗൈസ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ബ്ലോക്ക്, ക്രാഫ്റ്റഡ് ബ്ലോക്ക്. ഇവിടെ അങ്ങനെ ഡെർട്ടൊന്ന് ഗൈസ് അത് അറിയാതെ കൊണ്ട് വെച്ചതാണ് ഗൈസ്. നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത ഐറ്റംസ് ഇതാണ്ട്. ഇത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തതാണ്. ക്രാഫ്റ്റ് ചെയ്ത ബ്ലോക്സ് മാത്രം എഴുതി വെക്കൂ ഗൈസ്. അപ്പം ഞാൻ ക്രാഫ്റ്റ് ചെയ്ത ബ്ലോക്കൊക്കെ എഴുതി വെച്ചു ഗൈസ്. പിന്നെ ഇതെന്ന് വെച്ചാൽ മൈനഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ മൈൻ ചെയ്യുന്ന ബ്ലോക്ക്. ഇതാ ഡെർട്ട്, കോബിൾ സ്റ്റോണ്, അങ്ങനെ ഐറ്റംസ് ഗൈസ്. അപ്പം അതിനകത്ത് ഇതെന്ന് വെച്ചാൽ എല്ലാ മോബ്സും എന്ന് വെച്ചാൽ സ്കെൽറ്റൻ, ഹോഴ്സ്, അങ്ങനെ എല്ലാ മോബ്സിൻ്റെയും ഐറ്റംസ് ഈ പെട്ടിക്കകത്ത് ഗൈസ് വെക്കുന്നത്. പിന്നെയുള്ള പെട്ടി എന്ന് വെച്ചാൽ ഗൈസ് കണക്ക് വെച്ച് എന്തോയി ഗൈസ്. അപ്പം ഈ പെട്ടി എന്ന് വെച്ചാൽ ഗൈസ് ഒരു തുമ്പില് ഗൈസ്. അപ്പം ഈ പെട്ടി എന്ന് വെച്ചാൽ ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ്. ചെസ്റ്റ്, ഇങ്ങനത്തെ ക്രാഫ്റ്റഡ് ഐറ്റംസ്, ലാഡർ, ചെസ്റ്റ്, അങ്ങനത്തെ ക്രാഫ്റ്റഡ് ഐറ്റംസ് ഇത് വെക്കുന്നത്. ഇതിൽ തന്നെയാണ് നമ്മൾ ടോർച്ചും വെക്കുന്നത് ഗൈസ്. പിന്നെ ടോർച്ച് നമ്മുടെ കയ്യിരിക്കട്ടെന്ന് വെച്ച്. ആക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് വുഡ് മൈൻ ചെയ്യാൻ പോയത്. അങ്ങനെ ആക്സ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തായിരുന്നു ഈ ചെസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റാക്ക് ചെസ്റ്റ് ആക്സ് വുഡാണ് മൈൻ ചെയ്ത് ഗൈസ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ ഫ്ലവറും കൂടെ എടുത്ത് വെച്ചേക്കാം ഗൈസ്. അപ്പം അടുത്ത പടിയെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു അതിനുമ്പ് നൈറ്റായ കഷ്ടമെന്നാണ് ഗൈസ്. ഇതിനകത്ത് പെട്ടെന്ന് ഗൈസ് ഡേയ്സ് പോകുന്നത്. ഞാൻ അധികം നൈറ്റായില്ല, അധികം ഞാൻ കളിക്കാറില്ല. പിന്നെ ആദിലാണെങ്കിൽ നമ്മൾ മൈനിങ് പോയ സമയത്ത് ആദിലും മേലൊന്ന് കയറിയായിരുന്നു. ആ ടൈം മേലെന്ന് വെച്ചാൽ ഒന്ന് ഡെഡ് ആയിരുന്നു. ആ ടൈമിൽ 2 വില്ലേജസിനെ പൂട്ടിയിട്ടെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം അവനൊന്ന് നമുക്ക് തിരക്കി പോകണം. വാണ്ട് ട്രേഡറിനെ കണ്ടു ഗൈസ്. വല്ല നല്ല സാധനം കിട്ടുമെന്ന് നോക്കാം. ആദ്യം ഈ സീഡിലെ നല്ല റെയർ ആയിട്ടുള്ള ഐറ്റംസ് അറിയാവൂ എവിടെയൊക്കെയാ എന്തൊക്കെയാന്ന് ഗൈസ്. അപ്പം പോഷൻ ബോട്ടിൽ കൊടുത്താൽ എന്തെങ്കിലും തരുമേ. ഇത് നമുക്ക് എന്തോത്തിനാ? അത് മറ്റേ ട്രീ വളർത്തുമ്പോഴത്തേക്ക് ഈ ഡെത്ത് ആവത്തില്ലേ? സിൽക്ക് ടച്ച് വേണമെന്നേ ഉള്ളൂ. അത് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് 2-3 ഡെട്ടും വെച്ച് ആ ട്രീ അങ്ങ് വളർത്തിയാൽ പോരെ. അപ്പം വുഡും കിട്ടും, ആ സാധനം കിട്ടുമല്ലോ ഗൈസ്. ഇതെന്തിനാ ഇവിടെ ചെയ്യും ഗൈസ്? അപ്പം നമുക്ക് 2 പശുമ്പായൊക്കെ തട്ടി കൊന്നേക്കാം. ഫുഡിനും അത്യാവശ്യമുണ്ട്. പിന്നെ ഈ ലെതറിനും ആവശ്യമുണ്ട് ഗൈസ്. അപ്പം പടായനെ ഗൈസ് അത് ലാഗാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കും. അത് നമ്മുടെ മൊബൈലിൻ്റെ സ്ലോനെസ് ആണ് ഗൈസ്. നമ്മുടെ മൊബൈലിലാണ് കളിക്കുന്നത്. അപ്പം എനിക്ക് എന്താ ഇത്രയ്ക്ക് ഹാർട്ടോ തീർക്കൂടാതില്ല. തെക്കും ഇടയ്ക്ക് അടിച്ചപ്പോഴത്തേക്ക് ലാസ്റ്റ് കൊണ്ട് ഗൈസ്. ഞാൻ അത്രയ്ക്ക് PvP പ്ലെയറൊന്നുമല്ല, അതുകൊണ്ടാണ്. പിന്നെ PC യിലല്ല കളിക്കുന്നത്, അത് നിങ്ങൾ ഓർക്കണം. മൊബൈലിലാണ് കളിക്കുന്നത്. 2 മൗസും കീബോർഡും എടുത്ത് കണക്ട് ചെയ്തേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ. തീർന്നു.
അതാണ് ഗൈസ്. അപ്പം നമുക്ക് ഫുഡ് ഇനി അൺലിമിറ്റഡ് ഫുഡ് സോഴ്സ് ഉണ്ടാക്കണം ഗൈസ്. അപ്പം അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇനി ചെയ്യണം ഗൈസ്. അപ്പം നമ്മുടെ താൽക്കാലിക ബേസ് പോലെ ഗൈസ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വെക്കും ഗൈസ്. എൻ്റെ ഇതൊരു അത്രയ്ക്ക് കറക്റ്റിനുള്ള ഇത് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി. എന്ന് വെച്ചാൽ അതാ ഇവിടെ ലെങ്ത്ത് കൂടി ഇവിടെ ലെങ്ത്ത് കുറഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് ആ രണ്ട് ഡോർ ഇവിടെ വെക്കാന്നാണ് വിചാരിച്ചത്. അത് വീഡിയോ എടുക്കുന്ന സമയത്ത് വെക്കാന്ന് വെച്ച്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു അബദ്ധം പറ്റി ഗൈസ്. സെറ്റ് ചെയ്തപ്പം കുറച്ച് വുഡ് നമ്മുടെ കയ്യിരിക്കട്ടെ ഗൈസ്, നമുക്ക് ആവശ്യം വരും. നമുക്ക് താപ്പോട്ടൊന്ന് മൈനിങ്ങിന് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ഡയമണ്ട് ഫുൾ ആർമർ ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു മനസ്സ് പറയുന്നു ഗൈസ്. ഡോർ ഗൈസ്. അപ്പം നമുക്ക് എന്താ ബ്രിഡ്ജ് ഡോർ ഉണ്ടാക്കാം ഗൈസ്. ബ്രിഡ്ജ് ഡോർ ഓക്കെ ഗൈസ്. ബ്രിഡ്ജ് ഡോർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഡയമണ്ട് മൈനിങ്ങിന് പോകുമ്പോൾ ഇഷ്ടംപോലെ ഇത് കിട്ടും, ബ്ലോക്ക് കിട്ടും ഗൈസ്. അപ്പം ആ ബ്ലോക്കൊക്കെ വെച്ച് നമുക്കാണെങ്കിൽ ഒരു പുതിയൊരു വീട് ഉണ്ടാക്കണം ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റോൺ കട്ടർ ഇല്ലേ, അത് യൂസ് ചെയ്താണെങ്കിൽ സൂപ്പർ ഡിസൈൻസ് ആക്കും. അപ്പം ഗൈസ് നമ്മളാണെങ്കിൽ ഇതാ ഇവിടെ ഡോറ് കുറച്ചും കൂടെ ഹാർത്തോട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഒരു ഡോർ എക്സ്ട്രാ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് മറ്റേ ഇത് വെക്കാം. എന്താ അതിൻ്റെ പേര്? ഓക്കെ ഗൈസ്, ഇത് തന്നെ. പിന്നെ പേരെന്തായാലും പറഞ്ഞാൽ എന്താ പ്രഷർ പ്ലേറ്റ് എന്നോ അങ്ങനെ എന്തിനാണ്ടായിരുന്നു. അതല്ല, ബ്രിഡ്ജ് പ്രഷർ പ്ലേറ്റ്. ഓക്കെ സെറ്റ് ഗൈസ്. ഇനി നമുക്ക് സുഖമായിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യാം ഗൈസ്. അത് ഇങ്ങനെ കയറിയിട്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണ്ട ഗൈസ്. അപ്പം അത് രക്ഷപ്പെട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മൈനിങ് ഏരിയ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഈ പിക്കാക്സ് കൊണ്ടുപോയാൽ പറ്റൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ഡയമണ്ട് കിട്ടും, അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് തിരിച്ചു വരാം ഗൈസ്. അപ്പം നമ്മുടെ മൈനിങ് ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ് ഗൈസ്. ഇത് വീടായിരുന്നു, ഏതോ ഒരു വീട്ടിൻ്റെ താപ്പോട്ട് ഞാൻ കുഴിച്ച ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തായിരുന്നു ഞാനും അതിൽ. സത്യമായിട്ട് ആ വീട് ഏതാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇതല്ല, 2 ഡോറുള്ള വീടാണ് ഗൈസ്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ നോക്കട്ടെ ഗൈസ്. അപ്പം ഇതൊന്നല്ല, എനിക്കൊന്ന് ഇതാണ് ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു. ഇതല്ല, ഇത് ലൂട്ടടിച്ചിട്ട് തിരിച്ചു വെച്ചായിരുന്നു. ഈ മഷ്റൂം കയ്യിരിക്കട്ടെ, മറ്റേ പോഷൻ ഉണ്ടാക്കാൻ യൂസ് ആവും. ഞാൻ എപ്പോഴാണോ അതിനകത്ത് എല്ലാം കൂടെ കയറ്റി വെച്ചത് എനിക്ക് എന്നെ ഓർമ്മയില്ല ഗൈസ്. അപ്പം നമുക്ക് ഇത് ഭയങ്കര പാടാം. 10 മിനിറ്റ് കൂടുതലായോ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ മൈനിങ് ഏരിയയിൽ ആ വീഡിയോ കണ്ടെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എന്താണ്ട് ഞാൻ ഇവിടുന്ന് പകുതിക്ക് വെച്ചാണ്ട് മൈൻ ചെയ്ത സമയത്തായിരുന്നു ഒരു ചെറിയൊരു ഹോളിൽ കൂടെ ഡയമണ്ട് ഉണ്ടത്. പിന്നെ നമ്മൾ ആ സൈഡിൽ കൂടെ കുറച്ച് ഡയമണ്ട് മൈൻ ചെയ്തായിരുന്നു. അപ്പം ഇപ്പം നമുക്കൊന്ന് ലക്കുണ്ടോ എന്ന് നോക്കാം ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ കൈ ടോർച്ചും എടുത്ത്, പിന്നെന്താ എടുക്കണം, പിന്നെ വേറെ ഒന്നും വേണ്ട ഗൈസ്, ടോർച്ച് മാത്രം മതിയല്ലോ. ടോർച്ച് പിക്കാക്സ്. അപ്പം ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ എന്തോത്തിനാ ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഫസ്റ്റിലേതാ നമ്മളെ ഇവിടെ മൈൻ ചെയ്തിട്ട് ഇതുവരെയായിട്ട് നമ്മൾ അങ്ങോട്ട് മൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാ ഈ ഇതിരിക്കുന്നതിൻ്റെ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് മൈൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ വെച്ചിട്ട് ഡയമണ്ട് കിട്ടിയാൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പം ഗൈസ് ഞാൻ ഡയമണ്ട് കിട്ടിയാൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇത്രയും നേരമായിട്ട് എനിക്ക് കിട്ടിയത് ഈ റെസ്റ്റോൺ ആണ്. ഞാൻ കണ്ടതൊന്നും ഫ്രണ്ടിൽ വരുന്നത് മാത്രം മൈൻ ചെയ്തപ്പോൾ എനിക്ക് 41 റെസ്റ്റോൺ കിട്ടി, അല്ലാതെ ഡയമണ്ടിൻ്റെ ഒരു പരുവും കിട്ടിയില്ല. പിന്നെ പിക്കാക്സ് നോക്കിയപ്പോൾ പൊട്ടാറായിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ് നോപ്പിച്ച് അപ്പോഴത്തേക്ക് ഇവിടെ മൈൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കാണ് ഞാനതാ ഇവിടെ വെച്ചിട്ട് ഗോൾഡ് കണ്ടത് ഗൈസ്. അപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ട് ആ ഗോൾഡ് മൈൻ ചെയ്യാന്ന് വെച്ച്. അപ്പം എത്ര ഓർ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. 1 2 3 4 ഓറേ കിട്ടിയുള്ളൂ ഗൈസ്. എന്താ അത് വെച്ച് മൈൻ ചെയ്ത്. ഇതാണ് സ്ഥിതി ഗൈസ്.
തറയിൽ ഇതിരിപ്പുണ്ട്. റെസ്റ്റോറേ ഉള്ളൂ ഗൈസ് ഇവിടെ. മൈൻഡ് ചെയ്യാൻ വന്ന റെസ്റ്റോ അല്ലാതെ വേറെ ഒരു കുന്ത്രാട് ഇവിടെ ഇല്ല. റെസ്റ്റോ എന്ന് പറഞ്ഞാൽ എനിക്ക് തല വരുത്തിട്ട് കാണുന്നിടത്ത് എല്ലാം റെസ്റ്റോറാണ് ഗൈസ്. റെസ്റ്റോണ് ഇപ്പോഴാ ഒന്ന് ഗോൾഡെങ്കിലും കിട്ടിയത്. അപ്പം ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് വരാം ഗൈസ്. പറ്റുമെങ്കിൽ എൻ്റെ ഡയമണ്ട് ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നിങ്ങളിത് കണ്ടോ? എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. റീസ്പോ പോലും സെറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഏത് വഴി എടുത്തോ അവത്ത് പോയത്. അതിലുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ അടുത്തെങ്കിലും ചോദിക്കായിരുന്നു. ഈ വഴിയാണ്ടാന്ന് തോന്നുന്നു. ആന്നാന്ന് ഗൈസ്. ലാവ വീണ എല്ലാം കത്തിപ്പോയി ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് ഡയമണ്ട് പിക്കാക്സ്, ഡയമണ്ട് സോഡ്, ഡയമണ്ട് ഷവല്, ഡയമണ്ട് ആക്സ് എല്ലാം കത്തിപ്പോയി ഗൈസ്. എല്ലാം വെച്ചാൽ എല്ലാം. അപ്പം ഇനി എന്തോ ചെയ്യാൻ ആ സ്ക്രീൻഷോട്ടായിരുന്നു ഗൈസ്. ഇനി എന്തോ ചെയ്യട്ടെ ഞാൻ? നിങ്ങൾ തന്നെ അത് പറ. എല്ലാം പോയി. കയ്യിരുന്ന ഡയമണ്ട് പിക്കാക്സ് ഇതും പോയി. ഇനി ആകപ്പാടെ വീട്ടിൽ ഒരു 11 10 ഡയമണ്ടാണ്ടേ ഉള്ളൂ. 10 11 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ സ്റ്റോറേജ്. അപ്പം ഇനി അവിടെ പോയി ഡയമണ്ട് എടുത്ത് പിന്നെ മൈനിങ്ങിന് വേണം. എന്നിട്ട് അവിടെ പോയിട്ട് ആ ലാവയും ക്ലോസ് ചെയ്യണം. കുന്ത്രാനെ പിടിക്കുക. ആ ലാവ കയറിയിട്ട് എന്നെ കൊന്ന് ഗൈസ്. അത് ഞാൻ റെക്കോർഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ മൈൻഡ് ചെയ്യുന്നതാണെങ്കിൽ സുഖമായിട്ട് വരുമായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കാണ് ആ ലാവ വന്നിട്ട് എന്നെ തട്ടിയത്. ഞാൻ എന്തോ ചെയ്യാം? നിങ്ങളല്ലേ പറ. ഞാനെന്ത് ഈ മൈൻക്രാഫ്റ്റ് മോച്ചാക്കിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് നോക്കാൻ. മനുഷ്യനാണെങ്കിൽ നടന്നു പോകാൻ പോലും സമ്മതിക്കത്തില്ല ഗായ്സ്. അവിടെ വേണ്ട. നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ. ഈ വീടാണ് ഗൈസ് മൈനിങ്ങിൻ്റെ. അപ്പോൾ അത് തുറന്നിട്ടേക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പം ആകെപ്പാടെ ഉള്ള ഒരു വഴി സ്റ്റോറേജിൽ പോകണം. കുറേ ബ്ലോക്കും പോയി ഗൈസ്. ഞാൻ എത്രയോ ബ്ലോക്ക് മൈൻഡ് ചെയ്ത് പോയിന്നറിയാം. വെച്ച് ഓടിക്കോ കത്തിച്ചുട്ടോ വെച്ചല്ലേ. ചിലന്തെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് കയറാക്കൂല. അമ്മാ ഒക്കുമായിരുന്ന അല്ല. ശരി എനിക്കേ ടാക്സ് അതിനെ അവിടെ കിടന്നു. ഇപ്പം എന്താ ചെയ്യും ഗൈസ്? ഇതാണ്ട 11 ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിതാ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം ചെയ്യും ഗൈസ്. നമുക്കാണെങ്കിലേ ഇതാ ഇവിടെ ഇരിക്കുന്ന ബ്ലോക്കൊക്കെ വെച്ചിട്ടെ, ഇത്രയും ബ്ലോക്കുണ്ട്. എന്താണ്ട് മൊത്തത്തിൽ ഞാൻ പറയാം, ഒരു 4 സ്റ്റാക്കും 5 സ്റ്റാക്ക് ബ്ലോക്ക് 5 സ്റ്റാക്ക് ബ്ലോക്ക് ഉണ്ട് ഗൈസ്. കുബിൾ സ്റ്റോൺ 5 സ്റ്റാക്ക് ഉണ്ട്. അപ്പം 5 സ്റ്റാക്ക് കുബിൾ സ്റ്റോണും പിന്നെ 1 സ്റ്റാക്ക് ഡീപ് സ്ലെറ്റും. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കാണെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു ട്രേഡിങ് ഹാൾ സെറ്റ് ചെയ്യാം ഗൈസ്. ഞാനിപ്പം അടുത്ത വീഡിയോയിൽ ട്രേഡിങ് ഹാൾ സെറ്റ് ചെയ്യാം ഗൈസ്. ആ ട്രേഡിങ് ഹാൾ സെറ്റ് ചെയ്ത ഒരു ഉപകാരമുണ്ട് ഗൈസ്. അവിടുന്ന് നമുക്ക് ഡയമണ്ടിൻ്റെ ടൂൾസ്, ആർമർ എല്ലാം വാങ്ങാം. അപ്പം ഇപ്പോഴത്തെ പോലെ ചാവത്തില്ല ഗൈസ്. ഇപ്പം നമ്മുടെ ടൂൾസ് ഉണ്ടായിരുന്നു, പക്ഷെ ആർമർ ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ കത്തിച്ചെത്തത്. പക്ഷെ ആർമർ നല്ല ഡയമണ്ട് ആർമറും പിന്നെ അതിനകത്ത് നല്ല എൻചാൻറ്റും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് എനിക്ക് ആ ലാവയിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു ഗൈസ്. അപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയി പടവായത്. അപ്പം ഗൈസ് അതിനർത്ഥമെന്ന് വെച്ചാൽ നമ്മളതിനെ ഗ്രൈൻഡ് ചെയ്യണം. വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് അവന്മാരെ വെച്ച് നമുക്കൊരു സ്റ്റോറേജ് ഉണ്ടാക്കണം. അതിനു മുമ്പ് നമുക്ക് നെതറിലൊന്ന് കയറണം. അപ്പം നാളത്തെ പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ നമുക്ക് നെതറിലൊന്ന് കയറണം ഗൈസ്. എന്തോത്തിനാന്ന് വെച്ചാൽ നെതർ പോർട്ടലുണ്ടാക്കി നെതറിൽ കയറിയിട്ട് നമുക്ക് മറ്റേ പോഷൻ ഉണ്ടാക്കണം വീക്ക്നെസ്സിൻ്റെ. നമ്മുടെ കയ്യിൽ കുറച്ച് ഗോൾഡൻ ആപ്പിള്, ഗോൾഡ് പോലുള്ള തന്നെ എങ്ങനെയാണ് ഗോൾഡൻ ആപ്പിൾ. അപ്പം ഗൈസ് നമ്മുടെ ഈ ഗോൾഡൻ ആപ്പിൾ ഇല്ല ഈ പെട്ടിക്കകത്ത്. ഇല്ല. അപ്പം നമ്മുടെ ഈ ഗോൾഡൻ ആപ്പിൾ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ പോയിട്ട് നെതറിൽ കയറിയിട്ട്
അവിടെ വെച്ച് ഒന്നെങ്കിൽ അത് സെറ്റ് ചെയ്യണം. ട്രേഡിംഗ് ഹാള് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പോർഷൻ ഒപ്പിച്ച് നെതറിൽ കയറി പോർഷൻ ഒപ്പിച്ച് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മറ്റേ റെയ്ഡ് ഫാം സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഫിക്സ്ഡ്. നമ്മൾ അടുത്ത വീഡിയോയിൽ റെയ്ഡ് ഫാം സെറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് മൊത്തം എടുത്തിട്ട് റെയ്ഡ് ഫാം സെറ്റ് ചെയ്യും ഗൈസ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.